സെക്കൻഡ് സെമസ്റ്റർ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എക്സാം രജിസ്ട്രേഷനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 19-ാം തീയതി എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 25 വരെയാണ് ഫൈൻ ഇല്ലാണ്ട് എക്സാം രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത്. 28 വരെയാണ് 150 രൂപ ഫൈനോട് കൂടിയും 1-ാം തീയതി വരെ, അതായത് ഏപ്രിൽ 1 വരെ 400 രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ടും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 21/4/2025 ആണ്. അതായത് ഏപ്രിൽ 21-ന് സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിലവിൽ പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു കാര്യമാണ്, എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് UPA വഴി ചെയ്യുന്ന പേയ്മെൻറ്റുകൾ ഫെയിൽ ആവുന്നുണ്ട്, അത് രജിസ്റ്റേഡ് ആവുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ യൂണിവേഴ്സിറ്റി സൈറ്റിലൊന്നും തന്നെ അപ്ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പല കോളേജുകളിൽ നിന്നും സ്റ്റുഡൻസിന് നൽകിയിട്ടുള്ള ഇൻഫോർമേഷൻ, അതായത് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിലേക്ക് പാസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്: തൽക്കാലത്തേക്ക് സെക്കൻഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ നിർത്തിവെക്കുകയാണ് എന്നുള്ളത്. കാരണം ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം പല UPA പേയ്മെൻറ്റ്സും ഫെയിൽ ആവുന്നു, പകരം കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റാണ് സക്സസ് ആയിട്ട് മാറുന്നത്. അപ്പം ടെക്നിക്കൽ ഇഷ്യൂസോ എന്തൊക്കെയോ കാരണം കൊണ്ട് സെക്കൻഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ തൽക്കാലം നിർത്തിവെക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കോളേജുകളിൽ നിന്നും സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കോളേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അതിന് കൃത്യമായി ഫോളോ ചെയ്യുക. ആൻഡ് എക്സാം ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പേയ്മെൻറ്റ് ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കോളേജുകളിൽ നിന്നും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. റീഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ദെൻ SLCM പോർട്ടൽ മുഖേന, അത് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തതാണ് SLCM പോർട്ടൽ മുഖേന. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെ വീഡിയോ ഒക്കെ ലൈവ് ഡെമോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പം പരിചിതമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ കോളേജിലെ അധ്യാപകരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എക്സാം രജിസ്ട്രേഷൻ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ കിട്ടിയുള്ള റിപ്പോർട്ട്. അപ്പം ഈ ഒരു ഡേറ്റ് നിങ്ങൾ എന്തായാലും നോക്കുക. 25 പറഞ്ഞിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഒഫീഷ്യൽ സൈറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല, പകരം കോളേജുകൾ വഴിയാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോളേജുകൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക, രജിസ്ട്രേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. UPA പേയ്മെൻറ്റ് മാറ്റിവെച്ചുകൊണ്ട് കാർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള, അതായത് നമ്മുടെ കാർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. UPA പേയ്മെൻറ്റ് പലർക്കും ഫെയിൽ ആവുകയാണ്. പലരും പേയ്മെൻറ്റ്, അതായത് അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് പോകുന്നുണ്ടെങ്കിലും ആ ഒരു പേയ്മെൻറ്റ് ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കോളേജിൽ കൃത്യമായിട്ട് അധ്യാപകരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം മാത്രം രജിസ്ട്രേഷനും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ തീർച്ചയായും നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.